വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സിറപ്പ് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. മിക്സി ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2, 3 ഗ്രാമ്പൂ, ഏലക്ക 2 എണ്ണം, പിന്നെ കറുവപ്പട്ടയുടെ ഒരു ചെറിയ പീസും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 2 മുട്ടയും വാനില എസൻസ് 1 ടീസ്പൂണും ഓയിൽ 1/2 കപ്പും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആ മിക്സി ജാറിൽ തന്നെ നമുക്ക് ഒരു ബനാനയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും കൂടി ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളെല്ലാം അരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മൈദ 1 കപ്പ്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ഉപ്പ് 1 പിഞ്ച്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സിങ് ആക്കരുത്. നമ്മൾ ഏത് സൈഡിലേക്കാണോ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ആ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ പേപ്പർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ലോകം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ നമുക്ക് തട്ടി വെച്ചതിന് ശേഷം നമ്മൾ ബേക്കിംഗ് ഇറക്കി വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ സമയം എടുക്കും. ഇടയ്ക്കൊന്ന് കുത്തി നോക്കണം കേട്ടോ വെന്തിട്ടുണ്ടെന്ന്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് മൂസ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. നല്ല ടേസ്റ്റാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ തോന്നുന്നു. കഴിച്ച് തീരുന്ന അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.